കളിക്കാട്ടുപടിക്കടുത്ത് ബാവപ്പടി ബസ് സ്റ്റോപ്പിൽ നിന്ന് 600 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന 8 വില്ലകളുള്ള ഒരു വില്ല പ്രോജക്റ്റിലെ ഒരു വീടിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏകദേശം 4 മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. വീടിന് ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് വരുന്നത്. ഏകദേശം 4.2 മീറ്റർ ഓപ്പണിംഗ് സ്പേസ് ആണ് ഈ ഗേറ്റിനുള്ളത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസും കടപ്പാക്കല്ലുകളും വിരിച്ച് മനോഹരമാക്കിയ മുറ്റത്തേക്കാണ്. മുറ്റത്തിൻ്റെ ഈ ഭാഗത്തേക്ക് ഒരു കിണറും അതേപോലെ വാട്ടർ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടാണ് ഈ വീട് വരുന്നത്. മെയിൻ ഡോറും കിഴക്ക് ദർശനമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 16 അടി നീളവും 8 അടി വീതിയുമുള്ള ഒരു കവേർഡ് കാർ പാർക്കിംഗ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. വീടിൻ്റെ തെക്ക് ഭാഗം മെറ്റൽ ചിപ്സ് വിരിച്ച് ഭംഗിയായി ചെയ്തിരിക്കുന്നു. വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും മെറ്റൽ ചിപ്സ് വിരിച്ച് ഭംഗിയായി ചെയ്തിരിക്കുന്നു. ഇവിടെയായിട്ടാണ് വർക്കേരിക്കൊരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ വടക്ക് ഭാഗവും മെറ്റൽ ചിപ്സ് വിരിച്ച് ഭംഗിയായി ചെയ്തിരിക്കുന്നു. നമ്മൾ ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ് വരുന്നത്. ഏകദേശം 4 അടിയിലേറെ വീതിയും 8.5 അടിയിലേറെ നീളവുമാണ് ഈ സിറ്റ് ഔട്ടിനുള്ളത്. സിറ്റ് ഔട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടാണ് ഈ വീടിൻ്റെ പ്രധാന വാതിൽ കൊടുത്തിരിക്കുന്നത്. മഹാഗണിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2 പാളിയായിട്ടാണ് പ്രധാന വാതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ വിശാലമായ ലിവിംഗ് സ്പേസിലേക്കാണ്. ഏകദേശം 14 അടി നീളവും 9 അടി വീതിയുമാണ് ഈ ലിവിംഗ് സ്പേസിനുള്ളത്. ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ ലിവിംഗ് സ്പേസിൽ 2 ജനലുകളാണ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ് പോകുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 12.5 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഡൈനിങ് സ്പേസിൻ്റെ ഒരു കോർണറിലായി ഡബിൾ ഹൈറ്റ് ചെയ്ത് പർഗോളയും ഗ്ലാസും കൊടുത്ത് വാൾപേപ്പറും കൊടുത്ത് മനോഹരമായി ചെയ്തിരിക്കുന്നു. നമ്മൾ ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. ഏകദേശം 8 അടിയിലേറെ വീതിയും 11 അടി നീളവുമാണ് ഈ കിച്ചണ് വരുന്നത്. കിച്ചണിൻ്റെ ഈ ഭാഗത്തായിട്ട് കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിലാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 11.5 അടി വീതിയും 12 അടി നീളവുമുള്ള ബെഡ്റൂമാണിത്. ബെഡ്റൂമിന് 3 ജനലുകളാണ് നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ട് കബോർഡ് വർക്കും കൊടുത്തിരിക്കുന്നു. 3 ഡോറുള്ള ഒരു കബോർഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിരിക്കുന്നു. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്കാണ് നമ്മൾ പോകുന്നത്.
സ്റ്റെയർ കേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റെയറിൻ്റെ ഹാൻഡിൽ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിൻ്റെ ത്രെഡ് എല്ലാം തന്നെ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് കയറി പോകുമ്പോൾ ഒരു സൈഡിലായി പർഗോളകൾ കൊടുത്ത് ഗ്ലാസ് വർക്കും ചെയ്തിരിക്കുന്നു. സ്റ്റെയർ കേസ് കയറി വരുന്നത് വളരെ വിശാലമായ ഒരു അപ്പർ ലിവിങ്ങിലേക്കാണ്. ഇവിടെയായിട്ട് ഒരു വാഷ് കൗണ്ടറും അതേപോലെ വാഷിംഗ് മെഷീന് വേണ്ട ഒരു ടാപ്പും സ്വിച്ചും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പർ ലിവിങ്ങിൻ്റെ ഈ കോർണറിലായിട്ട് ഒരു സ്റ്റഡി ടേബിളും ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിലുള്ള മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 11.5 അടി വീതിയും 12.5 അടി നീളവുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു കബോർഡും നൽകിയിരിക്കുന്നു. നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് വരുന്നത്. ഇവിടെയും വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. ഇനി നമ്മൾ ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 13 അടി നീളവും 9.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് കബോർഡ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് വരുന്നത്. ഇവിടെയും വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഈ വീടിൻ്റെ വിശാലമായ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ഏകദേശം 13 അടി നീളവും 5 അടിയോളം വീതിയുമാണ് ഈ ബാൽക്കണിക്കുള്ളത്. മൂന്ന് സെൻറ് സ്ഥലത്ത് 1720 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 66 ലക്ഷം രൂപയാണ്. ഈ വില തികച്ചും നെഗോഷ്യബിൾ ആണ്. അതേപോലെ ഈ വീടിന് 90% ലോണും അവൈലബിൾ ആണ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് 600 മീറ്ററും ഇൻഫോ പാർക്കിൽ നിന്ന് 10 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് 4 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിൽ നിന്ന് 7.5 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഇതുപോലെയുള്ള വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.